നിങ്ങൾ ആരാ ഇവിടെ സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ട്? ബിജെപിയുടെ സ്ഥാനാർത്ഥി പേരെന്താ? ബൈജു മംഗല്യ. ഇപ്പൊ അവിടെ കോൺഗ്രസ്സുകാർ പറയായിരുന്നു ബിജെപിക്കാർ തമ്മിലടിച്ച് കളഞ്ഞതാണ് ഈ പഞ്ചായത്ത്. അങ്ങനെയാണോ? നിങ്ങൾ അങ്ങനെ തമ്മിലടി ഉണ്ടായിരുന്നു? അങ്ങനെയൊന്നും ഉണ്ടായില്ല. അതെങ്ങനെ പഞ്ചായത്ത് പോയ? പിന്നെ പഞ്ചായത്ത് പോയത് UDFും പിന്നെ LDF ഒന്നായിട്ട് ആണ് പഞ്ചായത്ത് പോയത്. അതിൽ ഒരു രാഷ്ട്രീയ കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇക്കുറി വാർഡുകൾ തിരിച്ചു പിടിക്കും. കാരണം കഴിഞ്ഞ വർഷം ഞങ്ങൾ പിടിച്ച് ജയിച്ച വാർഡാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇപ്പോഴും കിട്ടും. ഭരണം ഭയങ്കര മോശമായിരുന്നു. ഒന്നും നടന്നില്ല. ഒരു കാര്യങ്ങളും നടന്നില്ല. ഒരു കാര്യങ്ങളും വികസനം നടന്നിട്ടില്ല. നമ്മളിരുന്ന 3 വർഷം എന്ന് പറഞ്ഞാൽ റോഡുകൾ എല്ലാം നിറഞ്ഞ പാർപ്പിടം എല്ലാ കാര്യങ്ങളും. അവർ പറഞ്ഞ മുനിസിപ്പാലിറ്റി എന്താ കൗൺസിൽ ഹാളോ അങ്ങനെ എന്തൊക്കെയോ നടപ്പാക്കിയിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ഹാള് ഒന്നും ചെയ്തിട്ടില്ല. കല്യാണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കല്യാണങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പം കല്യാണങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഫുള്ള് തകർന്ന് നാശമായി കിടക്കുകയാണ്. ശ്രീരാമപുരം വാർഡാണ് തിരിച്ചു പിടിക്കാൻ പറ്റിയ വാർഡാണ്. ഇപ്പോഴും ഇപ്പുറത്ത് മേവനക്കുളം വാർഡാണ്. മേവനക്കുളം വാർഡ് കഴിഞ്ഞ പ്രാവശ്യം BJP ജയിച്ച വാർഡാണ്. പുതിയ കാലം മേവനക്കുളം വാർഡൊക്കെ നമ്മളെ ഇതാണ്. സീറ്റ് പഞ്ചായത്തിൽ BJPക്ക് ഉണ്ടായിരുന്നു. അതിത്തവണ കൂട്ടി ഭരണം പിടിക്കും. ഉറപ്പായിട്ട് പിടിക്കും. കൂട്ടാനുള്ള തന്ത്രങ്ങൾ, പരിപാടികൾ, പ്ലാനൊക്കെ എങ്ങനെയാണ്? അതെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 100% കിട്ടുമെന്നുള്ള ഉറപ്പുണ്ട്. നിങ്ങളൊക്കെ BJP പ്രവർത്തകരാണോ? ഇപ്പൊ തിരുവനന്തപുരത്ത് ആകെ BJPയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം വലിയ ബുദ്ധിമുട്ടുണ്ടോ? അതിവിടെ ഉണ്ടോ? പറയുന്നതാണ്, അല്ലാതെ ഒരു വിഷയങ്ങളും ഇല്ല. അവിടെ എല്ലായിടത്തും സ്ഥാനാർത്ഥി നിർത്തി നല്ല ആഘോഷത്തോടെ പരിപാടികൾ നടക്കുകയാണ്. തിരുവനന്തപുരത്ത് 50 സ്ഥാനാർത്ഥികളെ പോലും ഇല്ല BJP. ഇല്ലാഞ്ഞിട്ടല്ല, അത് നിർത്താൻ പറ്റുന്നതാ. LDF ആരെങ്കിലും ഉണ്ടോ ഇവിടെ? സ്ഥാനാർത്ഥികളും കോർപ്പറേഷനിലുണ്ട്. LDF ആരെങ്കിലും ഉണ്ടോ? ഇല്ല. BJPയുടെ കുത്തക വാർഡാ മേവനക്കുളം. നിങ്ങൾ ഭരിക്കുന്നില്ല ഇപ്പോഴും. സമ്മതിച്ചില്ല ഭരിക്കാൻ. ഉള്ള ഒരു പഞ്ചായത്താണ് കല്ലുവാക്ക പഞ്ചായത്ത്. ഇപ്പൊ 24 വാർഡായിട്ടുണ്ട്. അതിനകത്ത് കഴിഞ്ഞതിന് 9 വാർഡിലാണ് BJPക്ക് ജയിക്കാൻ പറ്റിയത്. 8 വാർഡില് കോൺഗ്രസും 6 വാർഡില് LDFും ആയിരുന്നു. അവർ രണ്ടും കൂടെ നിന്നാ ഈ 9 പേരെ കൊണ്ട് ഭരിക്കാൻ പറ്റുമോ? ഒന്നും പാസ്സാക്കാനോ ഒന്നും സംഭവിക്കാതെ അവര് എല്ലാം മുടക്കുമായിരുന്നു. അപ്പൊ എന്തായാലും നമുക്കൊരു LDFകാരെ കിട്ടാൻ വേണ്ടി ശ്രമിച്ചു. LDFകാർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. LDFകാരെ പെട്ടെന്ന് നമുക്ക് എത്തിയപ്പോ LDFകാർക്ക് എത്താൻ പറ്റിയിട്ടില്ല. അത് LDFകാർ ഇല്ലാത്തതിന്റെ അല്ല. അപ്പൊ നിങ്ങള് അവര് BJP പറയുന്ന LDFും UDFും കൂടി ഭരണം അട്ടിമറിച്ചതാണ്, അല്ലാതെ അവരുടെ തമ്മിലടി ഒന്നും അല്ല എന്നാണ് പറയുന്നത്. ഞങ്ങളെ വാർഡിലെ സ്ഥാനാർത്ഥി പോയതും ഞങ്ങൾ അട്ടിമറിച്ചിട്ടാണ്. നിങ്ങളൊന്നും ചെയ്തില്ലെന്ന് അവർ പറയുന്നത്. ഞങ്ങളെ വാർഡിലെ സ്ഥാനാർത്ഥി പോയതും ഞങ്ങൾ അട്ടിമറിച്ചിട്ടാണ്. അതുകൂടെ അവർ പറയണം. ഞങ്ങളാണ് അവരുടെ സ്ഥാനാർത്ഥിയെ ഞങ്ങളുടെ വാർഡിൽ നിന്ന് ഒരു മെമ്പർ വന്നിട്ട് അതിനെ മാറ്റിക്കൊണ്ടുപോയത് ഞങ്ങളാണോ എന്ന് അവർ അതൊന്ന് പറയണം. അതുകൂടെ അവരൊന്ന് പറഞ്ഞാൽ മതി. അപ്പൊ പൂർണ്ണമാവും. അവരെ കൂട്ടത്തിലുള്ളവര് ജയിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ വോട്ട് ചെയ്തവരാ. അത് ശരി. അവരെ കൂട്ടത്തിലുള്ളവര് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ആവാതിരിക്കാൻ വേണ്ടിട്ട് കോൺഗ്രസിന് നല്ല മത്സരമാണ് ഇപ്രാവശ്യം ഇവിടെ, അല്ലേ? കോൺഗ്രസിന്റെ മത്സരമാണ്. 4 പേരാണ് പോയത്, ഒരാളല്ല, 4 പേര് പോയി. അങ്ങനെയാണ് UDFിന് ഭരണം കിട്ടിയത്. 4 പേര് കോൺഗ്രസിലോട്ട് വന്നു. CPM-ലോട്ട് പോയി. അപ്പൊ CPM-കാരെ പരമാവധി ഞങ്ങൾ ഇവിടെ തിരക്കിയിരുന്നു. അവരൊക്കെ എനിക്ക് തോന്നുന്നു ഗ്രൗണ്ട് വർക്കിലാണോ? അവര് ചിലപ്പോ വീട്ടുകാരായിരിക്കും. നിങ്ങൾ അവരിപ്പോ വീടുകാരി വോട്ട് പിടിക്കായിരിക്കും. അവര് ശബരിമലയിൽ പോയി ബാക്കി എടുക്കാന്നാണ് പറയുന്നത്. ശരി, എന്തായാലും ഞങ്ങളിപ്പോ ഈ പുതിയ പാലം വാർഡിൽ എത്തിയപ്പോഴും നല്ല ഫൈറ്റാണ്. ഞങ്ങൾ ഇവിടെ എത്തി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആള് കൂടി. എന്ന് വെച്ചാൽ എല്ലാവരും വലിയ ആവേശത്തിലാണ്. അപ്പൊ വലിയ പ്രതീക്ഷയിലാണ് UDFും LDFും BJPയും ഉള്ളത്. BJP പറയുന്നത് വാർഡ് ഞങ്ങൾ ഇതാ തിരിച്ചു പിടിക്കാൻ പോകുന്നു എന്നാണ്. നിലനിർത്തുമെന്നും പറയുന്നു. എന്തായാലും നമ്മളിനി കൊല്ലത്തേക്കാണല്ലേ ഇത് കഴിഞ്ഞ്. അപ്പൊ ഞങ്ങള് ഇനി കൊല്ലത്തോട്ട് പോവാണ്. ഈ അതിർത്തിയിൽ നിന്നും ഞങ്ങള് കൊല്ലത്തെത്തി. കൊല്ലം ജില്ലയിൽ അവസാനത്തെ പഞ്ചായത്തായത്. അപ്പൊ ഞങ്ങള് കൊല്ലത്തോട്ട് അങ്ങ് കടക്കാൻ പോവാണ്. അപ്പൊ ഇനി ഈ വോട്ടെടുപ്പിന്റെ വിശേഷങ്ങളുമായി അടുത്തൊരു നാളെ രാവിലെ നമ്മളെത്തും മോർണിംഗ് ഷോയിൽ. നാളെ രാവിലെ കൊല്ലത്തുനിന്ന് കാണാം. പിന്നെ കൂടുതൽ പഞ്ചായത്തുകളിൽ നിന്നും കൂടുതൽ വ്യക്തികളിൽ നിന്നും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും യാത്ര തുടരാം. ശരി, അപ്പൊ ഞങ്ങളോടൊപ്പം തുടരുക, നിങ്ങളും യാത്ര തുടരുക.